ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് പ്രവീൺ നാവത്ത്. നമ്മുടെ സേവ് ആപ്പ് സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ റീചാർജ് ചെയ്യാം എളുപ്പത്തിൽ എന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ആപ്ലിക്കേഷൻ മൊബൈൽ റീചാർജ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അത് ഓൾറെഡി നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ യൂസർ ഐ ഡി ഒരു പാസ്വേഡും കൊടുത്തിട്ടുണ്ടാകും. അതേ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹോം പേജ് ലഭിക്കും. ഇവിടെ ഹോം പേജിൽ നമുക്ക് അപ്ഡേഷൻ കാണിക്കും. ചിലവർക്കൊക്കെ അത് അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയവരാണെങ്കിൽ അത് വിഷയമല്ല, പിന്നെ അപ്ഡേറ്റ് ആവത്തില്ല. അത് അപ്ഡേറ്റ് കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ റീചാർജാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മൊബൈൽ റീചാർജിന് നമ്മുടെ നമ്പർ നമ്മളവിടെ കൊടുക്കുക. ഏത് നമ്പറിലാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ അവിടെ കൊടുക്കുക. ഞാനൊരു നമ്പർ കൊടുത്തു. അപ്പോൾ നമ്പർ കൊടുത്തപ്പോൾ നമുക്കതിൻ്റെ എയർടെൽ ആണോ BSNL VI വോഡഫോൺ ജിയോ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ജിയോ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. ജിയോ സെലക്ട് ചെയ്തപ്പോൾ അവിടെ ജിയോയുടെ പ്ലാൻ ഡീറ്റെയിൽസ് അവിടെ വന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏത് പ്ലാനാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായതുകൊണ്ട് ഞാനൊരു ചെറിയ സാമ്പിൾ ഇവിടെ എന്താണ് ഉള്ളത് നോക്കാം. ഡാറ്റ ചെറിയ 11 രൂപയുടെ ഡാറ്റയുണ്ട്. അത് വെച്ചാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് ഈ ഒരു. അതുകൊണ്ട് 10 GB ഡാറ്റയാണ് ഈ 11. അത് നഷ്ടമാണ്, കാരണം 1 ഹവേഴ്സിനാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു തുക, അപ്പോൾ ഒരു 19 രൂപ എടുത്താൽ നമുക്ക് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ പ്ലീസ് ഡു നോട്ട് പ്രസ് ബാക്ക് ബട്ടൺ ഓർ റീഫ്രഷ്, ഒന്നും ചെയ്യാതെ ഓക്കെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് സമ്മറി ഡീറ്റെയിൽസ് വരും. ആരുടെ പേരിലാണ് എന്താണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് വന്നാൽ അവിടെ ചെക്ക് ഔട്ട് എന്ന ആ ഗ്രീൻ ഭാഗം നമ്മൾ ടച്ച് ചെയ്യുക. ആ ചെക്ക് ഔട്ട് ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത് മേക്ക് പേയ്മെൻറ്റ്, വിസ, ഏത് രീതിയിലാണ് നിങ്ങളിത് കൊടുക്കുക. അപ്പോൾ നമുക്ക് UPI ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ ഏത് QR കോഡാണോ അത് ആദ്യം നിങ്ങൾ ഗാലറിയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. അങ്ങനെ നിങ്ങളുടെ സ്വന്തം QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അല്ല വേറെ ആളുടെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ QR കോഡിലൂടെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ UPI ആണെങ്കിൽ UPI നമ്മൾ ആദ്യം മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് പോകണം. ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ UPI കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ UPI ഗൂഗിളിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് ടച്ച് ചെയ്താണ് നമുക്ക് UPI എടുക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെയൊക്കെ ബോക്സിൻ്റെ താഴെ ഒരു ചെറിയ ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ UPI ഓട്ടോമാറ്റിക് കോപ്പി ആവും. പിന്നീട് അത് മിനിമൈസ് ചെയ്തിട്ട് നമ്മളിവിടെ വന്ന് നമുക്ക് UPI ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പേസ്റ്റ് ചെയ്ത് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വരും. അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വരും പൈസ പോയതിൻ്റെ. അപ്പോൾ പൈസ പോയ മെസ്സേജ് വന്നാൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ആ ഗൂഗിളിലേക്ക് പോവുക. അവിടെ ഈ രീതിയിലുള്ള നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേ കൊടുത്ത് ഇവിടെ പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് അടിച്ചാൽ മാത്രമേ പൈസ പോകൂ.
അപ്പോൾ പൈസ പോവും പാസ്വേഡ് അടിച്ചതിന് ശേഷം. നമ്മൾ എന്താ ചെയ്യുക, ഞാനിപ്പോൾ നിങ്ങൾക്ക് ട്രയൽ കാണിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ ക്യാഷ് ഇടുന്നില്ല. അപ്പോൾ ഇവിടെ ക്യാഷ് അടിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ക്യാഷ് ഓൾറെഡി ടിക്കാവും, ക്യാഷ് പോയതായിട്ട്. അപ്പോൾ നമുക്ക് ഇനി മിനിമൈസ് ചെയ്തിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ വെയിറ്റ് ചെയ്താൽ ഇവിടെ മൊബൈൽ റീചാർജ് ചെയ്തതായിട്ടുള്ള മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിനോടുകൂടി നമ്മുടെ റീചാർജിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ പൈസയൊന്നും പോവില്ല. ഞാനിപ്പോൾ ചെയ്ത പോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്ത് നോക്കാം. പക്ഷേ പൈസ നിങ്ങൾ പോകണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് നിങ്ങളുടെ പിൻ നമ്പർ അടിച്ച് പൈസ ക്യാഷ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് യഥാസമയം തരുന്നതാണ്.